ചെന്നൈയിലുള്ള 3 പേരെ കേന്ദ്രീകരിച്ചിട്ടാണ് അന്ധകാരം എന്ന സിനിമ വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 4 വർഷം മുന്നേ തമിഴിൽ ഇറങ്ങിയ പടമാണ്. ഒരു ഹൊറർ മിസ്റ്ററി സിനിമയായിട്ട് പറയാം. അപ്പൊ അന്ന് കണ്ടിരുന്നു, വീണ്ടും ഒന്നും കൂടെ കണ്ടപ്പോൾ നിങ്ങൾ കൂടെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഒരു 1 ലൈൻ പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചെന്നൈയിലുള്ള 3 പേര്, ഡോക്ടർ ഇന്ദ്രൻ, വിനോദ്, അതുപോലെ സെൽവം. വിനോദ് എന്നുള്ളത് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള 3 പേരും ഒരു അന്ധകാരത്തിൽ ജീവിക്കുന്ന ആളുകളായിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. ഡിപ്രസ്ഡ് ആണ് 3 പേർക്ക്, അതിൻ്റെതായ കാരണങ്ങളുണ്ട്. വിനോദ് ഒരു ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു അർജുൻദാസിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഡിപ്രഷൻ തോന്നുന്ന ഒരു മുഖമാണ്. നമ്മുടെ ഷൈനിങ്ങൊക്കെ, പണ്ടത്തെ ഷൈനിങ്ങൊക്കെ പോലെ തന്നെ. അതുപോലെ ഈ അന്ധനായിട്ട് അഭിനയിക്കുന്ന സെൽവം നന്നായിട്ട്, എല്ലാവരും ഈ 3 പേരും, ഡോക്ടർ ഇന്ദ്രനാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രകടനങ്ങളൊക്കെ മികവുറ്റ പ്രകടനങ്ങളാണ്. നല്ല തിരക്കഥയാണ്, സ്ക്രിപ്റ്റ് അടിപൊളിയാണ്. ഈ പടം ഒരു സ്ലോ പേസിൽ പോകുന്ന പടമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് പേസ് പടം വേണമെങ്കിൽ ചിലപ്പോൾ ഇതൊരു സമയം എടുക്കും, ഒരു 3 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ലാസ്റ്റിലേക്ക് വരുമ്പോഴൊക്കെയാണ് അതിന്റെ ഓരോന്നിന്റെയും ചുരുളുകൾ അഴിഞ്ഞു വരുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നമ്മുടെ ഈ OTT-യിലാണെങ്കിലും. പിന്നെ ചില സ്ഥലങ്ങളിൽ മ്യൂസിക് കുറച്ച് മുഴച്ചു നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പെട്ടെന്നൊരു സൗണ്ടിങ് വരും. അങ്ങനെയുള്ള സൗണ്ട് ചിലപ്പോൾ ഒരു ചെവിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെ ഒരുപാട് സൗണ്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നതിലാണ്. ഈ ഇയർഫോണൊക്കെ വെച്ച് കാണുന്നവർ കാണാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് സൂപ്പറാണ്. കാരണം ഇങ്ങനെയുള്ളൊരു പടം എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മികവിൽ തന്നെ എഡിറ്റിംഗ് ചെയ്യണം. അപ്പൊ എഡിറ്റിംഗ് ഇത് ചെയ്തിരിക്കുന്നത് സത്യരാജ് നടരാജനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രദീപ് കുമാറാണ്. ഇവർ 2 പേരും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചിലയിടങ്ങളിൽ വല്ലാണ്ട് മുഴച്ചു നിൽക്കുന്നതായിട്ട് തോന്നി. വിഘ്നരാജനാണ് ഇത് എഴുതി ഡയറക്റ്റ് ചെയ്തത്. അപ്പൊ ഈ കഥ എഴുതി ഡയറക്റ്റ് ചെയ്തവർക്ക് മാത്രമേ ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്ലോ പേസ് ഫിലിമാണ്. നിങ്ങളൊന്ന് ക്ഷമിച്ചിരുന്ന് കാണണം, എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവസാനം ഇത് കാണാൻ മാത്രമുണ്ട്. ഈ പടം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന 2 ലേഡി ക്യാരക്ടേഴ്സാണ്. അതിൽ ഒരാള് നമ്മുടെ ക്രിക്കറ്ററുടെ വിനോദിന്റെ കപ്പിളായിട്ട് വരുന്നതാണ്. അപ്പൊ അവര് ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട്, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പടത്തിൽ ഉടനീളം നമ്മളോട് ചെന്ന് ചോദിക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പടം കണ്ടു കഴിയുമ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മളിൽ അവശേഷിക്കുന്നുണ്ടാകാം. ഒരു ഫോണൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഹൊറർ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ സിനിമയിൽ ഒരു സൈലന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം കുറച്ച് സൗണ്ടും ഭയങ്കരമായിട്ടൊക്കെ വരും. ഇവിടെ അങ്ങനെ സൗണ്ടുകളൊന്നും വരുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഒരു ഹൊറർ എലമെന്റ് ബാക്കിയാക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. രണ്ട് പ്രാവശ്യം കണ്ടാലൊക്കെ ഇത് മനസ്സിലാവുള്ളൂ. എങ്കിൽ കൂടിയും ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അവശേഷിക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ്. 2020 ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.